മകരവിളക്ക് മഹോത്സവത്തിനൊരുങ്ങി ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര നാളെ വൈകിട്ട് സന്നിധാനത്തെത്തും. നാളെ ഉച്ചയ്ക്ക് 12 മുതൽ സന്നിധാനത്തേക്ക് തീർത്ഥാടകരെ അനുവദിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ചു. രാഹുൽ സുരേഷ് സന്നിധാനത്ത് നൽകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ. രാഹുൽ, നാളെയാണ് മകരവിളക്ക്. അപ്പോൾ തീർത്ഥാടകരുടെ എണ്ണം നിയന്ത്രിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. എന്താണ് ഇവിടുത്തെ ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ? പ്രജിൻ, ഒരു അയ്യപ്പ ഭക്തനെ സംബന്ധിച്ചിടത്തോളം മകരവിളക്ക് ദർശനം ലഭിക്കുക എന്ന് പറയുന്നത് പുണ്യമാണ്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അയ്യപ്പ ഭക്തന്മാർ. ഇതിനോടകം തന്നെ 1,00,000-ലധികം തീർത്ഥാടകർ ശബരിമല സന്നിധാനത്ത് എത്തിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു എന്നാണ് ദേവസ്വം ബോർഡ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് വേണ്ടിയുള്ള ഭക്ഷണം, കുടിവെള്ളം, രാത്രിയിലാണെങ്കിൽ വെളിച്ചം, അങ്ങനെ പൂർണ്ണമായും സർവ്വസന്നാഹങ്ങളോടെയും ഒരുങ്ങിക്കഴിഞ്ഞു ശബരിമല സന്നിധാനം. ഇപ്പോഴും തീർത്ഥാടക പ്രവാഹം സന്നിധാനത്തേക്ക് അനുഭവപ്പെടുകയാണ്. കഴിഞ്ഞ മണിക്കൂറിൽ 6000-ഓളം തീർത്ഥാടകരാണ് 18-ാം പടി കയറി ദർശനം നടത്തിയിട്ടുള്ളത്. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ നാളെ വൈകിട്ട് 6:30 തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ശബരിമല സന്നിധാനത്തെത്തും. തുടർന്നായിരിക്കും വിശേഷാൽ ദീപാരാധന നടക്കുകയും തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മകരവിളക്ക് തെളിയുകയും ചെയ്തത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ പൂർണ്ണമാണ്. ആ തിരക്ക് നിയന്ത്രിക്കാൻ വേണ്ട ചില ക്രമീകരണങ്ങൾ മാത്രമാണ് പമ്പയിലും നിലയ്ക്കലിലും ഉൾപ്പെടെ സജ്ജീകരിച്ചിട്ടുള്ളത്. സുരക്ഷ ഒരുക്കാനായി 5000 പോലീസ് ഉദ്യോഗസ്ഥരെയും വിവിധയിടങ്ങളിലായി ക്രമീകരിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഈ ക്രമീകരണങ്ങളോടെല്ലാം തന്നെ തീർത്ഥാടകർ സഹകരിക്കണമെന്നാണ് പോലീസ് അവസാന ഘട്ടത്തിലും പറയുന്നത്. അതുമാത്രമല്ല, വൈകിട്ട് ദർശനം നടത്തി മലയിറങ്ങുമ്പോൾ, അതായത് രാത്രി 7 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള സമയം ഓരോ തീർത്ഥാടകനും സ്വയം ഒരു സംയമനത്തോടു കൂടി തന്നെ മലയിറങ്ങണമെന്നൊരു അപേക്ഷ കൂടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്തു നിന്നും പോലീസിന്റെ ഭാഗത്തു നിന്നും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇപ്പോഴെന്താണെങ്കിലും കാര്യങ്ങൾ ശാന്തമാണ്. രാഹുൽ സുരേഷാണ് സന്നിധാനത്തു നിന്നും വിശദാംശങ്ങൾ നൽകിയത്.